ഹലോ, അയ്യബ് സാറാണ് ഏകണ്ണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ SSLC റിസൾട്ടിൽ വിജയം കൈവരിച്ച എൻ്റെ എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻ. സോ നമ്മളെല്ലാവരും കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണല്ലേ. നമ്മൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുക? +1 +2 നമ്മൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? ഈ 3 ഓപ്ഷനാണ് ബേസിക് ആയിട്ട് നമ്മളെ മുന്നിലുള്ളത്. ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? എല്ലാവർക്കുമുള്ള ഒരു സംശയം തന്നെയാണ്. നമ്മുടെ മക്കളിൽ 10 A+, 9 A+, 7 A+, 5 A+ ഒക്കെ കിട്ടിയ കുട്ടികളുണ്ടാവാം. പക്ഷെ നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, എന്താണോ നമ്മളെ കുട്ടിയുടെ ആഗ്രഹം, അവരെ ലൈഫ്, അവരെ ജീവിതത്തിലെ ഗോൾ എന്താ, എയിം എന്താ, അത് വേണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്ട്രീമും ചൂസ് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ നമ്മളെ മകന് ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ തികച്ചും ഈ കുട്ടി ബയോ കോമ്പിനേഷനുള്ള സബ്ജക്റ്റ് എടുത്തേ പറ്റുള്ളൂ. അതുപോലെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അവരെ ലൈഫിലെ ഗോൾ അനുസരിച്ചിട്ട് വേണം അവർ സ്ട്രീം ചൂസ് ചെയ്യാൻ. അതുപോലെ സയൻസ് സ്ട്രീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലെ ഡിഗ്രി കാര്യങ്ങളൊക്കെ അവർക്ക് പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്തതിന് ശേഷം വേണം നമ്മളെ കുട്ടിയോട് ഇന്ന സ്ട്രീം ചൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളെ കുട്ടി അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുകയാണ്, നീ ഏത് സ്ട്രീമാടാ ചൂസ് ചെയ്തത്? അപ്പൊ അവൻ പറയും, ഞാൻ സയൻസ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം, അപ്പൊ അവൻ സയൻസ് സ്ട്രീം ചൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മളെ കുട്ടിക്ക് ഒരു ലോയർ ആവാൻ ആഗ്രഹം, ഒരു അഡ്വക്കേറ്റ് ആവാൻ ആഗ്രഹം. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മിസ്റ്റേക്സ് വരുത്തരുത്. കാരണം നമ്മുടെ ജീവിതമാണ്, അത് നമ്മളാണ് ജീവിക്കേണ്ടത്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണോ അതനുസരിച്ചിട്ടല്ല നമ്മൾ സ്ട്രീം ചൂസ് ചെയ്തതെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ്സോട് കൂടി, സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മളെ കുട്ടികളെ ആഗ്രഹം ചോദിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് സ്ട്രീം ചൂസ് ചെയ്യുക. നിങ്ങളെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഏകണ് എല്ലാ സമയവും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ കമന്റിലൂടെ ചോദിക്കാം. എല്ലാ സമയവും 24 hours നിങ്ങൾ ആ കമന്റിന് ഉത്തരം തരാൻ നമ്മൾ തയ്യാറാണ്. സോ ഓൾ ദി ബെസ്റ്റ്.